എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? ആദ്യമേ തന്നെ നമുക്ക് മീൻ കഴുകി ഫ്രഷ് ആക്കി വരാം. മീനിൻ്റെ ഉളുമ്പൊക്കെ മാറാൻ വേണ്ടി നമുക്ക് വിനാഗിരിയിലൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ മീനൊക്കെ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മീൻ ഗോൾഡ് ഫിഷാണ്. അത് നല്ല ഫ്രഷായിട്ട് കഴുകി നമ്മൾ വെള്ളം തോരാൻ വെച്ചേക്കുകയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസിലൊക്കെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇന്ന് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്, 1-ാം പാലും 2-ാം പാലും. പിന്നെ വേണ്ടത് കടുക്, ഉലുവ, കായം, ഒരു തക്കാളിപ്പഴം, കറിവേപ്പില, 4 പച്ചമുളക്, 10 ചെറുള്ളി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് നമ്മൾ കളറിന് വേണ്ടി ഉപയോഗിക്കുന്നു. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, എരിവിനനുസരിച്ച് അത് മാറ്റം വരുത്താം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പുളി ആവശ്യത്തിന്, എണ്ണ, ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് 1 സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളിപ്പഴമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നല്ലപോലെ വഴന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ 2-ാം പാലൊക്കെ തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും കറക്റ്റാണോ എന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് വേണമെങ്കിൽ അന്നേരം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. മീനൊക്കെ നല്ല തിളച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ മീൻ തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പം മീനൊക്കെ നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം തിളപ്പിക്കാൻ പാടില്ല. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആദീസ് കിച്ചൺ വേൾഡ് എന്ന ചാനലാണ്. എൻ്റെ പേര് മിനി സുരേഷ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഗാർണിഷോടെ എൻ്റെ മീൻ കറി ഇവിടെ പൂർത്തിയാവുകയാണ്. താങ്ക് യു.